ശ്രീ എം.എസ്. വേണുഗോപാൽ എങ്ങനെ കാണുന്നു ഈ സർവേ ഫലത്തെ? ഈ സർവേ ഫലം ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതിന് പ്രധാനപ്പെട്ട കാരണം UDF-ന് വടക്കൻ ജില്ലകളിൽ കിട്ടുന്ന ആധിപത്യമാണ്. അത് ലീഗിന്റെ സീറ്റുകളാണ്. ലീഗിന്റെ സീറ്റ് ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഏതാണ്ട് 10-18 സീറ്റുകൾ കിട്ടുകയാണ്. അത് കഴിഞ്ഞും അതിന് പുറത്തും അവർക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കളമശ്ശേരി, ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങൾ വരെ അവർക്ക് സാധ്യതയുണ്ട്. മണ്ണാർക്കാട്ടിൽ അവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊടുവള്ളി, തിരുവമ്പാടി, കുന്നമംഗലം എന്നീ സീറ്റുകളും കോഴിക്കോട് സൗത്ത് ഒരുപക്ഷെ. ഇങ്ങനെ നോക്കുമ്പോൾ പേരാമ്പ്രയിൽ പോലും വലിയ ഫൈറ്റാണ് നടക്കുന്നത്. ഫാത്തിമ തൈലിയ നടത്തുന്ന ആ ഫൈറ്റ് പേരാമ്പ്രയിലൊക്കെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ 21 സീറ്റ് UDF-ന് 21-22 സീറ്റ് UDF-ന് ലീഗ് വഴി തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നോർത്തിൽ ഇത്ര ഇത് വന്നത്. എന്നാൽ സെൻട്രൽ വരുമ്പോൾ പിക്ചർ മാറുകയാണ്. സെൻട്രലിലും സൗത്തിലും കേരളത്തിൽ ഒരു 50ഓളം സീറ്റുകളിൽ BJP വളരെ നിർണായകമായി ഇത്തവണ വോട്ട് നേടാൻ പോവുകയാണ്. അതൊരുപക്ഷെ രണ്ടാമത് വരുന്നത് എത്ര സീറ്റിലാണ്? ഒരു 30 സീറ്റിലെങ്കിലും രണ്ടാമത് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആരിൽ നിന്നാണ് BJP പിടിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കോൺഗ്രസിൽ നിന്നാകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം സെൻട്രൽ കേരളത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാതെ പോയിട്ടുള്ളത്. അതുതന്നെയാണ് സൗത്തിലും വന്നിട്ടുള്ളത്. സൗത്തിൽ നിങ്ങളുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഈ 13-15 തന്നെ ലഭിക്കുമോ എന്ന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ പല സ്ഥലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് കോൺഗ്രസിൽ നിന്നാണോ അതോ LDF-ൽ നിന്നാണോ UDF-ൽ നിന്നാണോ കൂടുതൽ വരുന്നത് എന്നത് കൂടെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ സാധ്യത കൂടുതൽ UDF-ൽ നിന്ന് BJP-യിലേക്ക് പോകാനാണ് എന്ന് കാണുന്നുണ്ട്. ശരി, ശ്രീ എം.എസ്. വേണുഗോപാൽ, എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഒറ്റ ദിവസം മാത്രമാണ്.